ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മധുരം ഇഷ്ടമാകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പായസമാണ്. മത്തങ്ങ വെച്ചിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ മത്തങ്ങ ഒരു 1.5 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ മുറിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുക. ഈ മത്തങ്ങ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളയില്ലേ, അപ്പോൾ അവിടെ കിടന്ന് മുളച്ച് ഉണ്ടായതാണ്. നല്ല മൂത്ത മത്തങ്ങ വേണം പായസത്തിനായിട്ട് ഉപയോഗിക്കാൻ. ആ ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1-2 വിസിലടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊക്കെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ കുത്തിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കിസ്മസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഒക്കെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് ഉടച്ചു വച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ അതിനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ. പിന്നെ കട്ടയൊക്കെ ഉടയാനുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാം. പിന്നെ 3/4 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കി വച്ചിരുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരയും മത്തങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെരുകി കിട്ടണം. നന്നായിട്ട് ശർക്കര നീരിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്നിങ്ങനെ പൊട്ടി വരും. അതുവരെ നന്നായിട്ടൊന്ന് വെരുകിയെടുക്കണം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അതേ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് എൻ്റെ കയ്യിലേക്കൊക്കെ തെറിച്ച് തുടങ്ങി, ഇതേ പൊട്ടി തെറിച്ച് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 4 കപ്പ് 2ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഈ 2ാം പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ഇനി ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഉണക്കലരി ഉണ്ടല്ലോ, പായസം വെക്കുന്ന അരി, അത് വേവിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ചൗരി വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിന്നെ അപ്പത്തിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് പിടി പോലെ ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എളുപ്പത്തിന് ഞാനിപ്പോൾ അരിപ്പൊടി അപ്പത്തിൻ്റെ പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 3/4 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, വല്ലാണ്ട് തിളച്ച് വരരുത്, എന്നാലും ഒന്ന് പതുക്കെ ഒന്ന് തിള വന്നു തുടങ്ങണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഏലക്കായും ഒരു ചെറിയൊരു പീസ് ചുക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വല്ലാണ്ട് തിളച്ച് മറിഞ്ഞു പോകരുത്, അങ്ങനെയാണെങ്കിൽ തേങ്ങാപ്പാൽ പിരിയും. പക്ഷേ എന്നാൽ ഒന്ന് തിളച്ച് വരെയും വേണം. ചെറുതായിട്ട് തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്താലും 1-2 മിനിറ്റ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഉരുളിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് വെറുതെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് അധികമുള്ള ചൂടൊന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്